ചാനലിലും കൂടെ ഇന്ന് രാവിലെ ഞാനിങ്ങനെ പറഞ്ഞിട്ട്, ഞാൻ എന്ത് ചെയ്യുമ്പോഴും അവരോട് പറഞ്ഞിട്ട് പോവും. ലെസ്ബിയൻസിന്റെ കോണ്ടാക്ട്സ് വന്നിട്ടുണ്ട്. ലെസ്ബിയൻസ് അതായത് ഇപ്പം ഏത് ജില്ലയിൽ പോയാലും ഞാൻ വിളിച്ചാൽ ഓടി വരാൻ ഒരാൾ കാണും. അല്ല, പെണ്ണുങ്ങളുണ്ട്. എനിക്കിപ്പോൾ അങ്ങനെ ആയിപ്പോയി ഞാൻ. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടാണ് വന്നത്. അങ്ങനെ ഞാനൊരു സംഭവത്തിൽ എന്തുവന്ന് ഞാൻ പറഞ്ഞില്ല. UK ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ അത് എന്താണ്, ഒരു ഡിപ്രഷനുള്ള ഒരു സംഭവമാണ്. ഈ ഒരു ക്യാമറ ലൈഫ് ഒന്നും ഇല്ലാതെ ക്യാമറയൊക്കെ ഓഫായി നീ ശരിക്കും വീട്ടില് ഇപ്പോൾ, കാരണം നമ്മൾ വിശേഷങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ, എങ്ങനെയാണ് അശ്വനി? എന്താണ് സബ്സ്ക്രൈബേഴ്സിൽ ആരോടെങ്കിലും ക്രഷ് തോന്നിയിട്ടുണ്ടോ? ലാലേട്ടൻ്റെ കൂടെ ഇൻട്രസ്റ്റ് ഉണ്ട്. ശരിക്കും ഈ ഇപ്പം അശ്വനി അല്ല ഇന്ത്യയിൽ തന്നെ ഇത് കണക്ക് സബ്സ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്തതോ, അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ഈ ഇൻസ്റ്റഗ്രാം ഇങ്ങനെ ഒരു ഫീച്ചർ തരുന്നതിന് മുന്നേ യൂട്യൂബിൽ ഈ പറഞ്ഞ ഷോർട്സ് ഒക്കെ ഇട്ട് നമ്മുടെ അഞ്ജിത നായരൊക്കെ വൈറലായിട്ടുണ്ട്, ഒരുപാട് ചീത്തവിളി കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ആ പുള്ളിക്കാരി അച്ഛനും അമ്മയും കുടുംബമായിട്ടൊക്കെ തന്നെയാണ് ആ ഒരു വീഡിയോയിൽ വരുന്നത്, അപ്പിയർ ചെയ്യുന്നത്. അവർക്ക് ഇതൊരു പ്രശ്നമല്ല. കാരണം എന്ന് വെച്ചാലേ ഇതിന് കാശ് കൊടുത്ത് കാണാനും ഇത് എന്റർടൈൻ ചെയ്യാനും ആളുണ്ട്. അതായത് എവിടെ ഡിമാൻഡ് ഉണ്ടോ അവിടെ സപ്ലൈ ഉണ്ട് എന്ന് പറയുന്ന ആ ഒരു ബിസിനസ് സംഭവം ഉണ്ട്. പിന്നെ മെയിൽ ഗെയ്സിനെ നമ്മൾ ഇത് കണക്ക് ചൂഷണം ചെയ്യുന്നു എന്ന് പറയാൻ, ചൂഷണമല്ല, മെയിൽ ഗെയ്സ് ഇപ്പോഴും ഇവിടെ ഉണ്ടെന്നുള്ളതാണ്. പക്ഷെ എനിക്ക് അശ്വിനിയുടെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു പറഞ്ഞിട്ടില്ലായിരിക്കാം മേ ബി, പക്ഷെ എനിക്ക് ഇപ്പം ഈ ഒരു പറഞ്ഞതിൽ നിന്ന് എനിക്ക് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് എലോണായി ലോൺലിനെസ്സിലിരിക്കുന്ന ഒരുപാട് പേർക്കുണ്ട്, അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ ഈ സബ്സ്ക്രിപ്ഷനിൽ അങ്ങനെ കൂട്ടുകൂടിയ കുറേ മെമ്മറീസ് കാണുമായിരിക്കും. മെമ്മറീസ് എന്ന് പറയാൻ മെമ്മറീസ് അല്ല, ഇപ്പോഴും ഞാൻ അവരുമായിട്ടെല്ലാം ഒരു കോണ്ടാക്റ്റ് ഉണ്ട്. പിന്നെ എനിക്ക് ഒരു പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ ഇപ്പോൾ ഏത് ജില്ലയിൽ പോയാലും ഞാൻ വിളിച്ചാൽ ഓടി വരാൻ ഒരാൾ കാണും. ആ ഒരു കോൺഫിഡൻസ് ആണ് ഇപ്പോൾ ഉള്ളത്. അത് കൊള്ളാം. അല്ല, ആദ്യം നീ എടുത്തു ചോദിച്ചോട്ടെ, ഇപ്പം ഇത് മൊത്തവും ആണുങ്ങൾ തന്നെയാണോ? അല്ല, പെണ്ണുങ്ങളുണ്ട്. അതൊന്ന് ഉറക്കം പറയാം. ഇതില് ഓക്കെ, എൻ്റെ സബ്സ്ക്രിപ്ഷനിൽ എന്നെ പണ്ട് തൊട്ടേ അറിയാവുന്ന, എന്നെ കുഞ്ഞിലേ മുതലേ അറിയാവുന്ന സ്ത്രീകളും ഉണ്ട്, പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, പിന്നെ എനിക്ക് അറിയാത്ത ആൾക്കാരും ഉണ്ട്. അതായത് എൻ്റെ സബ്സ്ക്രിപ്ഷനിൽ എന്താണോ ഇടുന്നത് അത് കോപ്പി ചെയ്ത്, അല്ലെങ്കിൽ അത് കോപ്പി എന്ന് ഞാൻ പറയുന്നില്ല, അത് ഇൻസ്പയർഡ് ആയി അവർക്ക് സബ്സ്ക്രിപ്ഷൻ ചെയ്യാൻ വേണ്ടി. കാര്യം എന്താണെന്ന് കണ്ടിട്ട് അവരത് ഇൻസ്പയർഡ് ആയി അവർക്ക് സബ്സ്ക്രിപ്ഷൻ ചെയ്യുമ്പോൾ അവർക്ക് അതിൽ നിന്നൊരു നേട്ടം ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ കണ്ട് സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്ന ലേഡീസും ഉണ്ട്. അപ്പോൾ ഈ ഒരു ലെവലിലേക്ക് വരുമ്പോഴത്തേക്ക് ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, ലെസ്ബിയൻസിൻ്റെ കോണ്ടാക്ട്സ് വന്നിട്ടുണ്ട്. ലെസ്ബിയൻസ് അതായത് ഓപ്പണായിട്ട് അവർ ചോദിക്കാറില്ല. ആദ്യം ഇങ്ങനെ എന്താണ് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ ബിഹേവ് ചെയ്തിട്ട് അവരതിലേക്ക് ഇങ്ങനെ വരാൻ ശ്രമിക്കും. അങ്ങനെ പിന്നെ ചോദിച്ചിട്ടുള്ളവരുണ്ട്. ഞാൻ സ്ട്രെയിറ്റ് ആയതുകൊണ്ട് ഞാനത് റിജക്റ്റ് ചെയ്ത്. ഓക്കെ, എന്തായാലും ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ മിക്കവാറും ഒരു ഐസ് മെൽറ്റിംഗ് ആയിരിക്കും. ഓ, ഇതാണല്ലേ അശ്വനി, അല്ലെങ്കിൽ അതിൻ്റെ സബ്സ്ക്രിപ്ഷനിൽ എന്നുള്ളൊരു തോന്നൽ വരും. അശ്വനി ഒരു ഇൻഫ്ലുവൻസർ ആണിപ്പോൾ, അതോ കോണ്ടന്റ് ക്രിയേറ്റർ ആണോ? ഇതിനകത്ത് ഏത് കാറ്റഗറിയിൽ വരും? ഇൻഫ്ലുവൻസർ ആണോ കോണ്ടന്റ് ക്രിയേറ്റർ ആണോ? ഇൻഫ്ലുവൻസർ എന്ന് രണ്ടും പറയാം. പക്ഷേ ഇൻഫ്ലുവൻസർ എന്ന് പറയുമ്പോഴേ അതും പലർക്കും ഒരു ഇത് എന്താണ് ഇൻഫ്ലുവൻസിങ് എന്നൊക്കെ. അപ്പോൾ ഇൻഫ്ലുവൻസർ എന്ന് ഇവരെ പറയാമോ എന്നൊക്കെ. അതായത് ഇപ്പോൾ ഇൻഫ്ലുവൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കഴിവിനെയാണ് ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത്. ചിലപ്പോൾ ബാഡായിട്ടായിരിക്കാം, ചിലപ്പോൾ നല്ല രീതിയിലായിരിക്കാം. അത് ഓരോ ആൾക്കാരുടെയും വ്യക്തിപരമായിട്ടുള്ള കാഴ്ചപ്പാടിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഞാൻ ബാഡായിട്ടാണോ ഗുഡായിട്ടാണോ ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ എന്ത് രീതിയിലാണെങ്കിലും ഞാൻ ഒരാളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ഇൻഫ്ലുവൻസർ എന്ന് നമുക്ക് പറയാം. പിന്നെ കോണ്ടന്റ് ക്രിയേറ്റർ എന്ന് പറയുമ്പം എന്ത് കോണ്ടന്റ് ആയിക്കോട്ടെ, അതിപ്പോൾ കോമഡി ആയിക്കോട്ടെ, ബോൾഡ് ആയിക്കോട്ടെ, ഹോട്ട് ആയിക്കോട്ടെ, എന്താണെങ്കിലും അത് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരെ കോണ്ടന്റ് ക്രിയേറ്റർ എന്ന് തന്നെ നമുക്ക് പറയാം. അത് നിങ്ങൾ ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ ഒരു അക്കാഡമിക് ഡെഫിനിഷനും ആയിട്ടുണ്ട്, ഇൻഫ്ലുവൻസർ ഓർ കോണ്ടന്റ് ക്രിയേറ്റർ. ഓക്കെ, അതെ. ഈ ആരാധകരെ നിരാശപ്പെടുത്താതിരിക്കുക എന്നുള്ളതിൽ തന്നെ ഇത്രയും എഫേർട്ട് എടുക്കുന്നുണ്ട് അല്ലേ? അത് ഞാനും സമ്മതിച്ചു. അല്ല, ഞാനിത് കാണുന്നുണ്ടായിരുന്നു. പിന്നെ ഓരോരുത്തർ ഈ മറ്റേ ചോക്കോബാർ അത് കഴിക്കുമോ, അത് കഴിക്കുന്ന വീഡിയോ ചെയ്യുന്നൊക്കെ പറഞ്ഞ് ചെയ്യുമ്പോൾ സത്യത്തിൽ ഇതിന്റെ ഒരു ഫൺ ആൾക്കാർ കാണുന്നുണ്ട്. ഇങ്ങനെ മോശം കമന്റ്സ് ഇടുന്നവരെ മാറ്റി നിർത്തുകയാണെങ്കിലേ ഇത് വേറൊരു പുള്ളിക്കാരൻ വന്നിട്ട് അത് ചോക്കോബാറിന്റെ അത് കഴിക്കുന്നതൊക്കെ പുള്ളിക്കാരനെടുത്ത് റീക്രിയേറ്റ് ചെയ്ത് അത് നല്ല ഫണ്ണായിട്ട് പോകുന്നുണ്ട്. മറ്റൊരു സബ്സ്ക്രിപ്ഷൻ ഇല്ലാത്ത
ഒരു കാര്യം അല്ലെങ്കിൽ മറ്റൊരു ഇതിനൊരു എക്സ്ക്ലൂസീവ് വീഡിയോ അല്ല, എക്സ്ക്ലൂസീവ് എന്ന് പറയുന്നില്ല, ഹോട്ടായിട്ടുള്ള കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന അശ്വിനി അല്ലാതെ വേറൊരാളിൽ നിന്നും ഇങ്ങനൊരു കോണ്ടന്റ് പ്രതീക്ഷിക്കില്ല. നിങ്ങൾ എന്ത് പറയുന്നു അതനുസരിച്ച് അല്ല, അവരെന്ത് പറയുന്നു അതിനെ എത്രയും മാക്സിമം എനിക്കൊരു ഇത് കാണും, എനിക്കൊരു സിഗ്നേച്ചർ കാണുമല്ലോ. അപ്പോൾ എൻ്റെ സിഗ്നേച്ചറിൽ ഞാനത് ചെയ്യാൻ ശ്രമിക്കും. എനിക്കൊരു ഐഡിയ കാണും, ആ ഐഡിയയിൽ ഞാനത് മാക്സിമം അടിപൊളിയായിട്ട് ചെയ്യും. അങ്ങനെ എൻ്റെ 100% ചെയ്യും എന്നുള്ളൊരു ഫീൽ ഉണ്ടോ? കാരണം ആൾക്കാർ അങ്ങനെ എന്തും ചെയ്യാൻ പറ്റില്ല. ചോക്കോബാറിൻ്റെ ഒരുപാട് ആഡ് ഞാൻ കണ്ടിട്ടുണ്ട്. കീർത്തി സുരേഷിൻ്റെ ഒരു ആഡ്, അത് എൻ്റെയും കീർത്തി സുരേഷിൻ്റെയും കൂടെ ഒരു വീഡിയോ വന്നിട്ട്, അതായത് കമ്പൈൻ ചെയ്ത് വന്നായിരുന്നു ഞങ്ങളുടെ രണ്ടുപേരും. അപ്പോൾ എഡിറ്റ് ചെയ്തായിരുന്നു ആരോ. അപ്പോൾ കീർത്തി സുരേഷ് ചെയ്തത് അതൊരു ഇതിൻ്റെ ആഡായിരുന്നു, ചോക്കോബാറിൻ്റെ ആഡായിരുന്നു. നമ്മളിപ്പോൾ ഇതിനൊരു ആഡായിട്ട് കണ്ടാലും മതി. ഓക്കെ, അതായത് ഈ എനിക്ക് കിട്ടുന്ന ഈ ഒരു പുള്ളി മാറ്റി നിർത്തി ഇതിനെ ഒരു അഡ്വർടൈസ്മെന്റ് ആയിട്ട് ചിന്തിച്ചു നോക്ക്. ഇപ്പം ഈ ഒരു അതിനെ ഒരു സെക്ഷലൈസ് എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾ ചിന്തിക്കാതെ ഒരു അഡ്വർടൈസ്മെന്റ് എന്നുള്ള രീതി ചിന്തിക്കാമല്ലോ, അങ്ങനെ കാണാമല്ലോ. അതിനെ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് അത് ചെയ്യാൻ പറ്റുന്നുണ്ടോ അത് മാത്രം നോക്കിയാൽ മതി. ഈ ഒരു ഇന്ത്യയിൽ ഇപ്പം ഏറ്റവും കൂടുതൽ മലയാളികളെക്കാൾ കൂടുതൽ നോർത്ത് ഇന്ത്യൻസ് ഇത് കാണുന്നുണ്ട്, അങ്ങനെ ഒരു നോർത്ത് ഇന്ത്യൻസ് കൂടുതലാണ് ഇത് കാണുന്നത് അല്ലേ? അല്ല, ഇന്ത്യയിൽ കൂടുതൽ ആൾക്കാർ അങ്ങോട്ടേക്കാണല്ലോ. ഇപ്പം ഈ കേരളത്തിൽ കുറച്ച് മലയാളികൾ മാത്രം കേരളത്തിൽ ഉള്ളൂ, നമ്പർ അങ്ങോട്ടാണല്ലോ കൂടുതൽ. അല്ല ഞാൻ പോപ്പുലേഷന്റെ കേസിൽ അതുകൊണ്ട് ഇപ്പൊ ഏറ്റവും കൂടുതലും സബ്സ്ക്രൈബേഴ്സ് ഉള്ളത് അല്ലെങ്കിൽ ഫോളോവേഴ്സ് ഉള്ളത് എവിടുന്നാണ്? ഇന്ത്യയിൽ തന്നെ? അത് കേരളം തന്നെയാണ്. ഫോളോവേഴ്സ് നമുക്കത് ഇൻസൈറ്റ് നോക്കുമ്പോൾ അറിയാമല്ലോ. കേരളം തന്നെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു നാട്ടിലായതുകൊണ്ടാണ് ഇതിന് ഇത്ര ഡിമാൻഡ് എന്ന് തോന്നിയിട്ടുണ്ടോ? ഡിമാൻഡ് അല്ല, കൂടുതലും ഒരു നെഗറ്റീവ് റീച്ചാണ് എനിക്ക് തോന്നിയത്. കാര്യം പോസിറ്റീവായിട്ടുള്ളൊരു റീച്ച് അല്ല കൂടുതലായിട്ട് വന്നത്. അപ്പോൾ നെഗറ്റീവായിട്ട് അത് റീച്ച് കൂടുമ്പം സബ്സ്ക്രിപ്ഷനും കൂടി എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ. അത് മറ്റിപ്പം ഒരു വെസ്റ്റേൺ കൺട്രീസിലോട്ടോ ഒരു ഫോറിൻ കൺട്രീസിലോട്ടൊക്കെ വരികയാണെങ്കിൽ ഇതിന് നിലനിൽപ്പുണ്ടെന്നാണോ തോന്നുന്നത്? അതോ ഇത്തരത്തിലുള്ള കോണ്ടന്റ് ചെയ്താൽ അത് വലിയ സംഭവമായിട്ട് മാറുമായിരുന്നോ? അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഇത്ര ഇങ്ങനെ ആരും അത് മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല. കാര്യം അവരവരുടെ ജോലിയായിട്ട് തിരക്കിലായിരിക്കും. അല്ലാതെ അപ്പുറത്താരെന്ത് ചെയ്യുന്നു ഇപ്പുറത്താരെന്ത് ചെയ്യുന്നു, ഇനി നമ്മുടെ കമ്മ്യൂണിറ്റിയിലല്ലേ ഒരു മലയാളിയോ അല്ലെങ്കിൽ അവരുടെ ഇപ്പോൾ ബ്രിട്ടീഷോ ഇനി അങ്ങനെ ആരെങ്കിലും ഇങ്ങനെ എക്സ്പോസിങ് ആയിട്ട് ചെയ്യുന്നുണ്ടോ എന്നൊന്നും നോക്കി നടക്കാൻ അവർക്ക് സമയം കാണത്തില്ല. അത് മാത്രമല്ല നമ്മുടെയൊക്കെ സിനിമകളിൽ പോലും ഇപ്പം സിനിമയിൽ തന്നെ ഒരു ഐറ്റം ഡാൻസ് ഇപ്പോഴും മലയാളത്തിൽ ഇപ്പോൾ രജിഷ വിജയൻ്റെ ലാസ്റ്റ് മസ്തിഷ്ക മരണം എന്ന് പറഞ്ഞൊരു മൂവി ഇറങ്ങി. രജിഷ വിജയൻ ഏതോ ഒരു വർഷം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഞാനിങ്ങനെ ഐറ്റം ഡാൻസ് ഒന്നും ചെയ്യില്ല എന്നൊരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മസ്തിഷ്ക മരണം എന്ന് പറഞ്ഞൊരു മൂവിക്കകത്ത് അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അത് നല്ല രീതിയിൽ തന്നെ അവർക്കത് നല്ലൊരു അവസരവുമായിരുന്നു, അവർ ചെയ്തു, നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷെ അത് വെച്ചിട്ട് രജിഷ വിജയന് കുറേ നെഗറ്റീവ് കമൻസ് വന്നിട്ടുണ്ട്. നിങ്ങൾ അന്നത് പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ഇപ്പം ചാൻസ് ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ തുണി ഊരി കാണിക്കുന്നത് എന്ന ലെവലിലേക്ക്. സോ നമ്മുടെ സിനിമയിൽ തന്നെ സത്യത്തിൽ ഈ ഒരു ഇപ്പോഴും ആ ഒരു ബുദ്ധിമുട്ട് ഫീൽ ഉണ്ട്. ഐറ്റം ഡാൻസ് ഒക്കെ മലയാളത്തിൽ വന്നാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളൊരിതുണ്ട്. അപ്പോൾ പിന്നെ അശ്വിനിയെ പോലൊരു വ്യക്തിക്ക് ഇത് എത്രത്തോളം, പക്ഷെ ആ ചലഞ്ച് ഏറ്റെടുത്ത് ഇനിയും മുന്നോട്ട് പോകാൻ ആ ഒരു കോൺഫിഡൻസ് ഉണ്ടോ? അതിലേക്ക് വരുവാണെങ്കിലേ ഇപ്പോൾ മനുഷ്യനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാറിക്കൊണ്ടിരിക്കും. അവരുടെ ചിന്താഗതിയും അവരുടെ അഭിപ്രായങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ രജിഷ വിജയൻ അന്ന് അങ്ങനെ പറഞ്ഞു, പിന്നെ ഞാനത് കേട്ടു അവർ തന്നെ പറയുന്നത്, അന്ന് ഞാൻ അങ്ങനെ പറഞ്ഞെങ്കിലും അത് എനിക്ക് പിന്നീട് അത് മാറ്റി ചിന്തിക്കേണ്ടതെന്നപ്പോൾ ഞാൻ മാറ്റി ചിന്തിച്ചു. അത് അവരുടെ പേഴ്സണൽ ചോയ്സ് അല്ലേ, അതിനെ അത്ര ക്രിട്ടിസൈസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഫണ്ണൊക്കെ ഞാൻ കണ്ടു, ചിരിച്ച് നമ്മൾ കളഞ്ഞു. പക്ഷേ അത്ര ഡീപ്പായിട്ട് അവരെ അറ്റാക്ക് ചെയ്യാൻ പാടില്ല. അല്ല, അങ്ങനെ അറ്റാക്ക് ചെയ്യുന്നൊരു സൊസൈറ്റിയിലാവുമ്പോൾ അശ്വിനിക്കും ഈ പറയുന്ന അറ്റാക്കിന്റെ ഒരു അറ്റാക്ക് എനിക്ക് കിട്ടും. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഇപ്പോൾ ഒരു ഭയങ്കര ഒരു കമ്മ്യൂണിറ്റി ഫീൽ ഉണ്ട്, ഒരു ഫാമിലി ഫീൽ ഉണ്ട്, സബ്സ്ക്രിപ്ഷൻ ഇപ്പൊ അവരെ കുറിച്ച് എന്താ പറയാനുള്ളത്? സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരെ കുറിച്ച് ഞാൻ ഇന്ന് നമുക്ക് ചാനലുണ്ട് ഈ സബ്സ്ക്രൈബേഴ്സിന്റെ, അപ്പോൾ ചാനലിലും കൂടെ ഇന്ന് രാവിലെ ഞാനിങ്ങനെ പറഞ്ഞിട്ട്, ഞാൻ എന്ത് ചെയ്യുമ്പോഴും അവരോട് പറഞ്ഞിട്ട് പോവും. എനിക്കിപ്പോൾ അങ്ങനെ ആയിപ്പോയി ഞാൻ. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടാണ് വന്നത്. അങ്ങനെ ഞാനൊരു സംഭവത്തിൽ എന്തോന്ന് ഞാൻ പറഞ്ഞില്ല, അത് സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിങ്ങനെ പോവുകയാണ്, നിങ്ങളെ അനുഗ്രഹങ്ങളൊക്കെ എനിക്ക് വേണം, അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞ് വോയിസ് ഇട്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. സംഭവം എന്ന് വെച്ചാൽ ശരിക്കും എനിക്കിത് എഗെയിൻ എനിക്ക് കേട്ടപ്പോൾ തോന്നിയെന്ന് വെച്ചാൽ ശരിക്കും തൊഴിലില്ലായ്മ അതൊരു വലിയ പ്രശ്നമുണ്ട്. പിന്നെ അതുപോലെ തന്നെ എല്ലാം എവിടെ നോക്കുമ്പോഴും ഇപ്പം ഒരുപാട് യൂട്യൂബ് ചാനൽസ് ഉണ്ട്, ഒരുപാട് ഈ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഇതുണ്ട്, എല്ലാം ഒരു സിമിലർ ഫീൽ ഉണ്ട് നമുക്ക്. ഈ ലോകം ഒരുപോലെ തോന്നുന്നുണ്ട്. ഇപ്പം കേരളത്തിലാണെങ്കിലും തമിഴ്നാട്ടിൽ പോലെ ഒരുപാട് സിമിലാരിറ്റി ഉണ്ട്. ഒരു വിരസത തോന്നുന്ന ഒരു മൊമെന്റിൽ
ഇത്തരത്തിലുള്ള ചാറ്റ് എന്ന് പറയുന്നത് അത് ചിലപ്പോൾ ഇനി അങ്ങോട്ട് എനിക്കൊന്ന് ചാറ്റ് ബോട്ടുകളായിരിക്കും വരാൻ പോകുന്നത്. പക്ഷെ ഒരു മനുഷ്യൻ ഇതേപോലെ ടൈം എടുത്ത് നമ്മളെ കേൾക്കാനുണ്ട്, നമ്മുടെ പ്രശ്നങ്ങൾ പറയാൻ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ UK യിലായിരുന്നല്ലോ. UK ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ അത് എന്താണ് ഒരു ഡിപ്രഷനുള്ള ഒരു സംഭവമാണ്. കാര്യം ഒന്ന് അവിടുത്തെ വെതർ അത് ഭയങ്കര ഡിപ്രഷനുള്ള ഒരു സംഭവം. പിന്നെ നമ്മൾ ഈ പുറത്ത് പോയി വർക്ക് ചെയ്യുന്നു, നമ്മുടെ ഫാമിലിയെ മിസ് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് കൂടുതലുള്ളതും പ്രവാസികളാണ്, എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കൂടുതലും. അപ്പോൾ എനിക്ക് ആ ഒരു ഇത് മനസ്സിലാവും. ഞാൻ അവരോട് തന്നെ അത് പറഞ്ഞിട്ടുമുണ്ട്. ആ ഒരു ലോൺലിനെസ് ഒക്കെ എനിക്കത് മനസ്സിലാവും. കാര്യം ഞാൻ അനുഭവിച്ചൊരു വ്യക്തിയാണ്. അപ്പോൾ എന്നെ കൊണ്ട് അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ ഒരു ഫ്രീ ടൈം അവർക്ക് അങ്ങനെ ഒരു കിട്ടുമെങ്കിൽ നല്ല ആയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഇതിന്റെ പിന്നിൽ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന് ആരും ചിന്തിക്കുന്നില്ല. എല്ലാവരും നോക്കുന്നത് എന്താ വെച്ചാൽ എന്തോ കാണിക്കുന്നത്, രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇത് കാണിച്ചുകൊണ്ടും കണ്ടുകൊണ്ടിരിക്കാനാണോ മനുഷ്യരിക്കുന്നത്? അവർക്ക് അതല്ല സത്യത്തിൽ വേണ്ടത്. അവർക്ക് അവരെ കേൾക്കാൻ എന്തോ ഇത്രയും വലിയൊരു ഇൻഫ്ലുവൻസർ എന്നോട് ചാറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ഒരു ഫീല്, അതൊരു ഭയങ്കര അറ്റാച്ച്മെന്റ്, ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കിട്ടി, അല്ലെങ്കിൽ സംസാരിക്കാൻ ഒരു ഫ്രണ്ടിനെ കിട്ടി, അതാണെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. കാരണം അശ്വിനി മാത്രമല്ല, വേറെ ഇതൊക്കെ കോണ്ടന്റ് ചെയ്യുന്നവർ അവരുടെ കമന്റ്സിൽ അവർ കൊടുക്കുന്ന റിപ്ലൈസ് കാണുമ്പോഴും എനിക്ക് തോന്നാറുണ്ട്. അപ്പൊ ആ ഒരു പോസിറ്റീവ് സൈഡ് പോലും ആരും കാണുന്നില്ല. പിന്നെ കാണുന്നവർ തന്നെ ചിലരിന്ന് കമന്റ് ചെയ്യും കേട്ടോ. നെഗറ്റീവ് കമന്റ് വരുന്നത് എവിടെന്നാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എനിക്കും ആ ഒരു അവിടെ നിൽക്കുന്ന സമയത്തൊക്കെ ഞാനിങ്ങനെ എനിക്ക് ചില ടഫ് സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ട് അടുത്തേലൊക്കെ ഒന്ന് പറയാൻ ആരെങ്കിലും ഒന്ന് കിട്ടിയെന്ന്. കാര്യം നമുക്ക് പോയിട്ട് നമ്മളെ അറിയാവുന്ന നമ്മുടെ ഫാമിലിയിലുള്ള ഒരാളുടെ അടുത്തോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ടിൻ്റെ അടുത്തോ ചിലപ്പം എല്ലാം ഒന്നും ഓപ്പണായിട്ട് പറയാൻ പറ്റിയെന്ന് വരത്തില്ല. കാര്യം അവർ നമ്മളെങ്ങനെ ജഡ്ജ് ചെയ്യും, അല്ലെങ്കിൽ നാളെയും കാണേണ്ടുന്ന ആൾക്കാരല്ലേ, അങ്ങനെയൊക്കെ ഒരു തോന്നൽ നമുക്ക് വരും. ഇത് കൂടുതലും ഫേക്ക് ഐഡി ആയിരിക്കും, അല്ലെങ്കിൽ അവരവരുടെ പ്രൊഫൈല് എന്താണ് പ്രൈവറ്റ് അക്കൗണ്ട് ആയിരിക്കും. ഞാൻ അവരെ ഫോളോ ചെയ്യുന്നില്ല. അപ്പം അവർക്കറിയാം എനിക്ക് അവരെ പേഴ്സണലി അല്ലെങ്കിൽ അറിയില്ല എന്നുള്ള ഒരു കോൺഫിഡൻസ് അവർക്കുണ്ട്. അപ്പോൾ അവർക്ക് ഓപ്പണായിട്ട് ഇപ്പോൾ എന്തെങ്കിലും അവരുടെ വിഷമങ്ങളോ കാര്യങ്ങളോ പറയുന്നതിന് അവർക്ക് ആ ഒരു പ്രശ്നമില്ല. പക്ഷേ അതേസമയം നമുക്ക് ഏറ്റവും അടുത്ത ആൾക്കാരുടെ അടുത്ത് പോയി പറയുമ്പോൾ നമുക്ക് അത്രയും തുറന്ന് നമുക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. ആ ജഡ്ജ്മെന്റ് വരും അതിന്. അപ്പോൾ ആ ഒരു ഇതാണ് ഞാൻ അവർക്ക് കൊടുക്കുന്നത്. അത് സത്യത്തിൽ നല്ല കാര്യമാണ്. അതാണ് ഇപ്പൊ ചോദിച്ചേ, ഇൻഫ്ലുവൻസ് എന്താണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ സമയമാണ് കൊടുക്കുന്നത്. ടൈമിന് വാല്യൂ ഉണ്ടല്ലോ. ആ ടൈം അത്രയും ചാറ്റ് ചെയ്യുന്ന അവരുടെ ടൈമിന്റെ വാല്യൂ എനിക്ക് നന്നായിട്ട് അറിയാം. കാര്യം ഞാനും സമയത്തിന് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഓരോ മിനിറ്റിനും വാല്യൂ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു, ആൻസർ ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒന്ന് ചോദിച്ചോട്ടെ, ഈ ഒരു ക്യാമറ ലൈഫ് ഒന്നും ഇല്ലാതെ ക്യാമറയൊക്കെ ഓഫായി നീ ശരിക്കും വീട്ടിൽ ഇപ്പോൾ, കാരണം നമ്മൾ വിശേഷങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ, എങ്ങനെയാണ് അശ്വനി എന്താണ്? ഞാനൊരു സിമ്പിൾ ഗേളാണ്. ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ്. ഇപ്പോഴും എന്താണ് കുറേ പേർക്കൊക്കെ എന്നെ അറിയാമെങ്കിലും ഐഡൻറ്റിഫൈ ചെയ്യുമെങ്കിലും ഞാനിങ്ങനെ നോർമലായിട്ട് പണ്ട് എങ്ങനെയാണോ അങ്ങനെ ഭയങ്കര സിമ്പിളായിട്ട് ഇങ്ങനെ പുറത്തൊക്കെ ഇറങ്ങി നടക്കുന്നൊരു വ്യക്തിയാണ്. അല്ലാതെ ഇപ്പോൾ ഫെയിമായി ഇനി ആരെങ്കിലും വന്നിട്ട് അങ്ങനെയൊന്നുമില്ല. ഞാൻ എല്ലാ പ്രോഗ്രാമിനും പോവും. അന്നും ആ ചമയവിളക്കിന് അങ്ങനെ പോകണമെന്ന് തോന്നി പോയതാണ്. കാര്യം നാട്ടിലങ്ങനെ നിൽക്കുന്നില്ലല്ലോ. അപ്പം നാട്ടിലുള്ള സമയത്തെ ഇങ്ങനത്തെ ഇവൻസിനൊക്കെ പോകാൻ പറ്റും. മാക്സിമം അപ്പോൾ അതൊക്കെ കവർ ചെയ്യാൻ നോക്കാറുണ്ട്. ഒരു ഡേ ഇൻ എ ലൈഫ് എന്ന് പറഞ്ഞേ, ഇപ്പോഴത്തെ ഡേ ഇൻ ലൈഫ് ആണെന്നുണ്ടെങ്കിൽ എഴുന്നേറ്റിട്ട് രാവിലെ തന്നെ ഇവരുടെ മെസ്സേജസിനും കമന്റ്സിനും ഒക്കെ റിപ്ലൈ കൊടുക്കും. പിന്നെ എന്താണ് ഫുഡ് കഴിക്കും, പിന്നെ ജോലി. ഇത് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എങ്ങനെ? സ്വന്തമായിട്ട് തന്നെ കുക്കിംഗ് ഒക്കെ അറിയോ, അതോ ജസ്റ്റ് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള കുക്കിംഗ് ഒക്കെ ഉള്ളോ? അതായതേ അത് ഓരോ സീസൺ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇപ്പം നാട്ടിൽ നിൽക്കുമ്പം ഹെൽപ്പിനൊക്കെ ആൾക്കാർ കാണുമല്ലോ. അപ്പോൾ പുറത്ത് നിൽക്കുന്ന സമയത്ത് നമ്മൾ മാത്രമേ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ ഒറ്റയ്ക്ക് തന്നെ എല്ലാം ചെയ്യും. പിന്നെ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് നമുക്ക് തോന്നുമ്പോൾ കഴിച്ചാൽ മതി. അങ്ങനെ ഒരു ഡിസിപ്ലിൻ ഒന്നുമില്ല. അപ്പോൾ ഡയറ്റ് ഒന്നും ഇല്ല? എന്തോ പ്രോപ്പർ ഡയറ്റ് ഒക്കെ ഉണ്ട്, ബ്യൂട്ടി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് അത്ര കൺസിസ്റ്റന്റ് അല്ല ഞാൻ. കാര്യം ഇത് വർക്കും ഇതെല്ലാം കയറി വരുമ്പോൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ല. ചെയ്യുമ്പോൾ ചെയ്യും എന്നേ ഉള്ളൂ. പക്ഷെ ഇടയ്ക്ക് മുടങ്ങാറൊക്കെ ഉണ്ട്. ഓക്കെ, ഞാനൊരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ഇപ്പോൾ ഇത്രയും പോപ്പുലറായി കുറച്ചൊരു ഷോർട്ട് ടൈം ആയിട്ടേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയാണോ ലൈഫ് ഇഷ്ടപ്പെടുന്നത്? കാരണം നമ്മുടെ ആ ഒരു ചൈൽഡ്ഹുഡിൽ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. അപ്പം നിന്റെയും ആ ഒരു പാസ്റ്റിൽ ഇങ്ങനൊരു വലിയൊരു ഡ്രീം ഒന്നും ഉണ്ടായിരുന്നില്ല. സിനിമ അങ്ങനെയൊന്നും നീ ആഗ്രഹിച്ചിട്ടുമില്ല. സോ നെക്സ്റ്റ് ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യണോ, അതോ പീസ്ഫുൾ ആയിട്ട് ആരും അങ്ങനെ മൈൻഡ് ഒന്നും ചെയ്യണ്ട, ഞാൻ വളരെ സിമ്പിളായിട്ട് നിന്നോളാം, അങ്ങനെയാണോ?
ഓണസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് പീസ്ഫുൾ ലൈഫ് തന്നെയാണ് ഇഷ്ടം. ആരും എന്നെ മൈൻഡൊന്നും ചെയ്യാതിരിക്കുന്ന ഇഷ്ടം. കാര്യം ഇപ്പൊ ഞാൻ എന്ത് ചെയ്താലും ആൾക്കാർ ശ്രദ്ധിക്കുമല്ലോ എന്താ ചെയ്യുന്നത്. മറ്റേത് നോക്കിയാ അറിയാം, ഇങ്ങനെ പാറിപ്പറന്ന് നടക്കുന്ന ഒരു സ്വഭാവമായിരുന്നു, എവിടെയും വലിഞ്ഞു അതാണ് ഞാൻ ചോദിച്ചത്. ആ ഒരു അങ്ങനെ ഒരു ബാക്ക് ടു പോകണം എന്നുണ്ടോ, അതോ ഇത് തന്നെ ഓക്കെ ഇനി എന്തായാലും ഞാൻ ഇങ്ങനെ ഇതിപ്പോ എല്ലാരും അറിഞ്ഞല്ലോ, ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ, അപ്പൊ ഇനി ഇങ്ങനെ തന്നെ അത് പോകുന്നിടത്തോളം പോട്ടെ എന്നുള്ള ഒരു ഇതാണ്. അല്ല ഇതിനകത്തൊരു പ്രോബ്ലം എന്ന് വെച്ചാല് ഇപ്പൊ ഒരുപാട് കമന്റ്സ് ഉണ്ട്, കുറച്ച് നാളത്തേക്കേ ഉള്ളൂ, ഇതൊക്കെ നോക്കിക്കോ ഇപ്പൊ തീരും എന്നുള്ളൊരു ഫീൽ. അത് തീർന്നോട്ടെ. കാര്യം നമുക്ക് ഇപ്പൊ ഞാന് ഇതിന് പുറകിലൊരു, അതായത് പാസ്റ്റ് ഒരു ലൈഫ് ഉണ്ടായിരുന്നല്ലോ എനിക്ക്. ഇപ്പം ഞാൻ ജനിച്ചപ്പോഴേ എനിക്ക് സബ്സ്ക്രിപ്ഷൻ കിട്ടി വന്ന ആളല്ലല്ലോ ഞാൻ. അപ്പോൾ അതൊരു അർത്ഥമില്ലാത്ത എന്താണ് വാചകങ്ങളാണ് അവരുടെ. ഇത് നിന്ന് പോയി കഴിഞ്ഞാൽ ഞാനെന്താ അവസാനിച്ച് പോകുമെന്നുള്ളത് അങ്ങനെയൊന്നുമില്ല. ലൈഫ് മൂവ് ഓൺ തന്നെയാവും, അത് ഇതുമായിട്ടൊരു ബന്ധവുമില്ല. ലൈഫ് വേറെ, സോഷ്യൽ മീഡിയ വേറെ. ഇപ്പോൾ ജോബുണ്ട്, അപ്പോൾ അതങ്ങനെ പോവും. പിന്നെ ലൈഫിൻ്റെ വഴിക്ക് പോവും. സോഷ്യൽ മീഡിയ അല്ലല്ലോ ലൈഫ്. അത് ചിലരുടെ ഒരു തെറ്റിദ്ധാരണയാണ്. അവർ വിചാരിക്കും നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ആളാണ്, നമുക്ക് പുറത്തൊരു ലൈഫ് ഇല്ല എന്ന് പലരും ചിന്തിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല. അത് ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടുണ്ട്. അല്ലാതെ ഒരു സബ്സ്ക്രിപ്ഷൻ മാത്രമല്ല ഒരാളുടെ ഓപ്പർച്യൂണിറ്റി. അത് അവർക്ക് അറിയത്തില്ല, അതുകൊണ്ട് അവരങ്ങനെ പറയുന്നതാ. പീപ്പിൾ ആർ വാച്ചിങ് യു, സപ്പോർട്ടിങ് യു, ജഡ്ജിങ് യു. അപ്പോൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് ഈ ലൈഫിൽ. ഇങ്ങനെ ഒരു ഫെയിമിൽ നിൽക്കുമ്പോൾ ബിഗ് ബോസിലേക്കൊക്കെ ഒരു ചാൻസ് വന്നാ ബിഗ് ബോസിലേക്ക് താല്പര്യമുണ്ടോ? ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സഫാന അങ്ങനെ ചോദിക്കുമ്പോഴാണ് ഞാനെ പറ്റി ചിന്തിക്കുന്ന പോലും. അപ്പോൾ ആലോചിച്ച് തീരുമാനിച്ച് ഞാൻ പോകത്തുള്ളൂ, അല്ലാതെ അത് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പം ഇൻട്രസ്റ്റ് ഉണ്ടോ ബിഗ് ബോസ്? ലാലേട്ടൻ്റെ കൂടെ ഇൻട്രസ്റ്റ് ഉണ്ട്. ലാലേട്ടനൊന്ന് കാണണം എന്നൊക്കെ ഉള്ള ഇൻട്രസ്റ്റ് പണ്ട് തൊട്ടേ ഉണ്ട്. ഞാനത് ആലോചിച്ച് തീരുമാനിക്കും. ഇൻട്രസ്റ്റ് എനിക്ക് ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു ഇന്റർവ്യൂ കണ്ടിട്ടെങ്ങാനും അശ്വിനിക്കൊരു കൊടുത്താലോ നമുക്ക് നെക്സ്റ്റ് സീസണിലേക്ക് നല്ലൊരു താരത്തെ കിട്ടും, നല്ലൊരു സൂപ്പർ സ്റ്റാർ ആവട്ടെ എന്നുള്ള രീതിയിൽ. ഇപ്പൊ തന്നെ സൂപ്പർ സ്റ്റാർ ആയിട്ടുണ്ടല്ലേ? ഇല്ല ഇതൊന്നും ഇടരുതേ, ഇത് തന്നെ ഞാൻ ഇടും. ഇത് കേൾക്കുമ്പോൾ അടുത്ത ട്രോള് വരും. ഇവളൊക്കെ എന്നാ എപ്പോഴാ സൂപ്പർ സ്റ്റാർ ട്രോളിനുള്ളത് കിട്ടു തന്നു. കുട്ടിക്കാലം തൊട്ട് മീൻസ് നമ്മളുടെ ഒരു ടൈമിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ചിരിയുടെ കാര്യം. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും ആ ചിരിക്ക് മാറ്റം ഒന്നും വന്നിട്ടില്ല, സെയിം സ്മൈലാണ്, ആ സൗണ്ട് ആണെങ്കിലും എല്ലാം. ശരിക്കും ആർ യു ഹാപ്പി? അതെ, ഞാൻ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാം. പിന്നെ ഞാൻ എൻ്റെ ഒരു പ്രായം കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലായി ഈ ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം, ആരും കൊണ്ട് തരത്തില്ല എന്നുള്ളത്. അത് റിയലൈസ് ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ ഹാപ്പിനെസ് ഇപ്പോൾ ഡെയിലി ഞാനത് ഇപ്പോൾ നമ്മൾ ആഹാരം കഴിക്കും, കുളിക്കും, അല്ലെങ്കിൽ നമ്മുടെ ദിനചര്യകളൊക്കെ ചെയ്യുന്ന പോലെ തന്നെ എന്നെ ഹാപ്പിയാക്കാൻ ഞാൻ എന്തെങ്കിലും ഡെയിലി അത് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഹെയ്റ്റ് കമൻസ്, ഹേറ്റേഴ്സ് അതൊന്നും ഞാൻ സത്യം പറഞ്ഞാൽ ഇത് കൂടുതൽ കാണാറില്ല. അതിനും കൂടെ ഉള്ള സമയമില്ലേ, ബാക്കി തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനില്ലേ, പിന്നെ ഈ ഹേറ്റ് കമൻറ്റും കൂടെ കാണാനുള്ള സമയമില്ല. പിന്നെ കാണുമ്പോൾ ഞാൻ അതിനുള്ള മറുപടി കൊടുത്ത് വിടണമെങ്കിൽ ഞാൻ വിടും, അത്രേ ഉള്ളൂ. അതൊന്നും നമ്മളെ ബാധിക്കുന്നില്ലല്ലോ. അപ്പോൾ സക്സസ്ഫുൾ എന്നൊരു ലേബലിൽ എന്ത് തോന്നുന്നു? ഒരാൾ ഹാപ്പി ആയിട്ടിരുന്നാൽ തന്നെ അവർ സക്സസ്ഫുൾ ആണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ഐ ആം സക്സസ്ഫുൾ. സോ നമുക്ക് ചെറിയൊരു റാപ്പിഡ് ഫയറിലേക്ക് പോവാം. തീ കത്തും, എല്ലാവർക്കും മണ്ടത്തരങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞാൽ കത്തും. ടഫ് ക്വസ്റ്റ്യൻ ആണോ? ടഫ് ജനറൽ നോളജ് ചോദിക്കട്ടെ? വേണ്ട, എനിക്ക് ജനറലി എന്തെങ്കിലുമൊക്കെ അറിയാമോ നോക്കാം. എനിക്ക് താത്വികമായിട്ട് സംസാരിക്കാനേ അറിയൂ. നമ്മൾ ഇത്രയും സംസാരിച്ചത് താത്വികമായിട്ടാണ്. നമുക്ക് ഇനി കുറച്ച് ബ്രേക്ക് എടുത്ത് സംസാരിക്കാം. ഓക്കെ, സ്പീഡിൽ ചോദിക്കും, സ്പീഡിൽ ഉത്തരം പറയണം. ഓക്കെ, മോർണിംഗ് പേഴ്സൺ ഓർ നൈറ്റ് പേഴ്സൺ? മോർണിംഗ് അല്ല നൈറ്റ് പേഴ്സൺ. രാവിലെ എഴുന്നേക്കും, അത് രാത്രി ലേറ്റായിട്ട് കിടക്കുന്ന നൈറ്റ് പേഴ്സൺ. നൈറ്റ് പേഴ്സൺ ആണ്. ഓക്കെ, ഇൻട്രോവേർട്ട് ഓർ എക്സ്ട്രോവേർട്ട്? രണ്ടും അല്ല, ആംബിവേർട്ട്. ഒന്നും ശരിയാവുന്നില്ലല്ലോ. വൈറൽ ആകണം അല്ലെങ്കിൽ പീസാണ് ഇഷ്ടം? പീസാണ് ഇഷ്ടം. ഓക്കെ, വൺ ഇമോജി യു യൂസ് മോസ്റ്റ്, ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ഇമോജി? മറ്റേ 3 ലവ് വരത്തില്ലേ,
ഒരു സ്മൈലിയിൽ 3 ലവ് വരുന്നത്. ബ്ലോക്ക് ചെയ്തിട്ടുള്ള ഒരു അക്കൗണ്ടിന്റെ ലാസ്റ്റ് റീസൺ എന്താണ്? എന്തുകൊണ്ട് ബ്ലോക്ക് ചെയ്തു? എന്തെങ്കിലുമൊക്കെ വന്നിങ്ങനെ നെഗറ്റീവായിട്ട് സംസാരിക്കുമ്പോൾ പിടിച്ച് ബ്ലോക്ക് ചെയ്യും. അതാരെന്ന് പറഞ്ഞാലും പിടിച്ച് ബ്ലോക്ക് ചെയ്യും. അപ്പൊ ബ്ലോക്ക് ലിസ്റ്റ് കിടക്കുന്നവരൊക്കെ ഓർത്തോ, എന്തെങ്കിലുമൊക്കെ വന്ന് ചൊറിയാൻ നിന്നാ ചൊറിയാൻ വന്ന ബ്ലോക്ക് ഓപ്ഷൻ ഉണ്ട് അവിടെ. കൂടുതൽ റെസ്ട്രിക്ട് ചെയ്തിടും, പിന്നെ ബാക്കിയൊക്കെ ബ്ലോക്ക് ചെയ്യും. ഓക്കെ, വൺ തിങ് സബ്സ്ക്രൈബേഴ്സിന് മാത്രം അറിയാം, ബാക്കിയുള്ളവർക്ക് അറിയില്ല, അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? പെട്ടെന്ന് ഇല്ലായിരിക്കും. അത് സബ്സ്ക്രൈബേഴ്സിന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ, അവർക്കേ ഞാൻ അത് കാണിക്കുള്ളൂ, അങ്ങനെ അതുണ്ട് ഉണ്ട്. ഒരു കാര്യം ഞാനത് സബ്സ്ക്രൈബേഴ്സിനോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഒരു കാര്യം. അപ്പം ടോക്കാണ് കൂടുതലല്ലേ? ടോക്ക് കൂടുതലും ചാനലിലൊക്കെ പോയിട്ട് വോയിസ് ഇടുമല്ലോ, അപ്പോൾ എല്ലാവരുടെ അടുത്തൂടെ പറയും. ഓക്കെ, സബ്സ്ക്രൈബേഴ്സിൽ ആരോടെങ്കിലും ക്രഷ് തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. വൺ തിങ് പീപ്പിൾ മിസ്അണ്ടർസ്റ്റാൻഡ് അബൌട്ട് യു. അത് പണ്ട് തൊട്ടേ എല്ലാവരും പറയുന്നത് ജാടയാണ്. കാണുമ്പോൾ ഭയങ്കര ജാടയായിട്ട് ഫീൽ ചെയ്യുന്നു. ഇത്ര സംസാരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന്. ആണോ? എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. നീ കണ്ടപ്പോ മുതലേ നീ ജാടയൊന്നുമല്ല. എന്റെ അടുത്ത് പക്ഷേ ഒരുപാട് കൂടെ പഠിച്ച ഫ്രണ്ട്സ് ഒക്കെ ആദ്യം കാണുമ്പോൾ ഭയങ്കര ജാടയാണ്, മിണ്ടത്തില്ല, അങ്ങനെയൊക്കെ തോന്നുന്നു. അല്ല, ഞാൻ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കംപ്ലീറ്റ്ലി ഇപ്പൊ ഹേറ്റും കാര്യങ്ങളൊക്കെ വന്നു, അതിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടോ? അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അതുണ്ട്, കുറെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. അതായത് ഇപ്പൊ തന്നെ ഞാൻ ജസ്റ്റ് റീല് മാത്രം ചെയ്ത് നടക്കുന്ന ഒരാളാണ്, അങ്ങനെയൊക്കെ. അതിപ്പോ വന്ന മിസ്അണ്ടർസ്റ്റാൻഡിങ്, മറ്റേത് പണ്ട് തൊട്ടേ പേഴ്സണലി ഉള്ളതാണ്. വൺ വേർഡ് ഫോർ ഹേറ്റേഴ്സ്. One word for haters. Focus on your life. Okay, കേട്ടല്ലോ. പറയാനുള്ളൂ. One word for your supporters, means your subscribers. ഒറ്റ വാക്കില് love. Expected. Okay. First woman Prime Minister of India. അത് ഇന്ദിരാഗാന്ധിയാണ് അല്ലേ? അത് സിമ്പിളായി പോയി, കുറച്ച് ടഫാ ഞാൻ പ്രതീക്ഷിച്ചത്. എൻ്റെ ഒരു ബുദ്ധി വെച്ചിട്ട് ഇതല്ല വേണ്ടെന്ന്, കുറച്ചുകൂടെ വേണം. ഇപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ ഇന്ത്യയിൽ എത്ര സ്റ്റേറ്റ്സ് ഉണ്ട്? 29. 29ഓ? 28 അല്ലേ? അതിപ്പോ തെലുങ്കാന ആഡ് ചെയ്തില്ലേ? 29 ഉണ്ട്, ഉറപ്പാണ്? ഞാൻ പോയി നോക്കട്ടെ ഇനി. ഓക്കെ, 29 ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യും. ഓക്കെ, ഇന്ത്യയുടെ നാഷണൽ സ്പോർട്ട്. എനിക്ക് സ്പോർട്സായിട്ട് ഒരു ബന്ധമില്ല. ശരിക്കും പറഞ്ഞാൽ നാഷണൽ സ്പോർട്ട് ഇല്ല. ഹോക്കി, ക്രിക്കറ്റ് എന്നൊക്കെ ആൾക്കാർ പറയുന്നെങ്കിലും നാഷണൽ സ്പോർട്ട് എന്ന് പറഞ്ഞിട്ടില്ല. അവിടെ നിന്നൊക്കെ ഹോക്കി പറയുന്നുണ്ടല്ലേ? അങ്ങനെ ഒരു നാഷണൽ സ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് ഇന്ത്യക്ക് അങ്ങനെ ഒഫീഷ്യലി ഇല്ല എന്നാണ് എൻ്റെ അറിവ്. എന്തായാലും എനിക്ക് വലിയ ധാരണ ഇല്ല. എനിക്ക് സ്പോർട്സ് അറിയത്തില്ല. എനിക്ക് അറിയത്തില്ല, സമ്മതിക്കുന്നില്ല. നല്ലത്. ഓക്കെ, ISROയുടെ ഫുൾ ഫോം? ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. ആർമിയുടെ ഫുൾ ഫോം? ആർമിക്ക് ഫുൾ ഫോം ഉണ്ടോ? ആർമി എന്ന് കേൾക്കുമ്പോൾ ഞെട്ടുമെന്ന് കരുതി. ഇപ്പൊ ഞെട്ടാറില്ല. ഞെട്ടി ഇപ്പൊ ഞെട്ടാറില്ല. ഓക്കെ, ഇനി ബിഗ് ബോസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് എന്തായാലും അറിയാം. കാരണം വെച്ചാൽ നമ്മുടെ ബിഗ് ബോസ് ഗ്രാൻഡ്മയിൽ ശരിക്കും പറഞ്ഞാൽ അശ്വിനി അടുത്ത സീസണിൽ എത്തുകയാണെങ്കിൽ എന്തായാലും ഞാൻ പാർഷ്യാലിറ്റി കാണിക്കില്ല. നമ്മുടെ റിവ്യൂവിനകത്ത് വരികയാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ അത് ചെയ്യില്ല. ആൻഡ് MNO ഓഡിയൻസിന് ഇതൊരു ന്യൂ ആയിരിക്കും. കാരണം എന്ന് വെച്ചാൽ MNO നമ്മൾ ബിൽഡ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. ഇതേപോലെ എനിക്ക് തോന്നുന്നു ഈ ഒരു ടോക്ക് കഴിയുമ്പോൾ തന്നെ ഇവർ കറക്റ്റായിട്ടൊന്നും ചോദിച്ചില്ല, ഇവർക്ക് കുറച്ചുകൂടെ ചോദിച്ചുകൂടായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കമൻറ്റ് ഉണ്ട്. ഈ കമൻറ്റുകളെല്ലാം ചോദിക്കുന്ന ഒരു വേദിയല്ല MNO എന്ന് പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ഇച്ചിരി സ്റ്റാൻഡേർഡ് കൂടെ വേണം. ഇല്ലാതെ എല്ലാ കമന്റ്സ് പാർട്ട് 2 വേണമെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്കൊരു പാർട്ട് 2 കൂടെ ചെയ്യാം. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അങ്ങേറ്റം നിലവാരമില്ലാത്ത കമന്റ്സ് കേൾക്കാതിരിക്കുന്നതാണ് നല്ലത്. ഒരു ഭയങ്കര കംഫർട്ട് സോണിൽ 4 ചുവരിൻ്റെ അകത്തിരുന്ന് വെറുതെ എന്തെങ്കിലും ടൈപ്പ് ചെയ്തിടുന്നത് മൈൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതും കൂടെ ഞാൻ പറയാം. ദെൻ നമുക്കപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യാം.